ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ മകനെ നോക്കിയതിന് അല്ലെങ്കിൽ പരിപാലിച്ചതിന് നന്ദി. താങ്ക് യു ഫോർ ലുക്കിംഗ് ആഫ്റ്റർ മൈ സൺ. പരിപാലിക്കുക, നോക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലുക്ക് ആഫ്റ്റർ. താങ്ക് യു ഫോർ ലുക്കിംഗ് ആഫ്റ്റർ മൈ സൺ. എൻ്റെ മകനെ നോക്കിയതിന് അല്ലെങ്കിൽ പരിപാലിച്ചതിന് നന്ദി. എൻ്റെ വിമാനം രാവിലെ 7 മണിക്ക് എത്തുന്നു. മൈ ഫ്ലൈറ്റ് അറൈവ്സ് അറ്റ് 7 AM. എത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അറൈവ്. മൈ ഫ്ലൈറ്റ് അറൈവ്സ് അറ്റ് 7 AM. എൻ്റെ വിമാനം രാവിലെ 7 മണിക്ക് എത്തുന്നു. എൻ്റെ കയ്യുറകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു. ഐ ഹാവ് ലോസ്റ്റ് വൺ ഓഫ് മൈ ഗ്ലൗസ്. നഷ്ടപ്പെടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലൂസ്. നഷ്ടപ്പെട്ടു, ലോസ്റ്റ്. കയ്യുറകൾ, ഗ്ലൗസ്. ഐ ഹാവ് ലോസ്റ്റ് വൺ ഓഫ് മൈ ഗ്ലൗസ്. എൻ്റെ കയ്യുറകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു. നിങ്ങളുടെ സഹായത്തിന് നന്ദി. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. സഹായം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹെൽപ്പ്. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. നിങ്ങളുടെ സഹായത്തിന് നന്ദി. ഞാനത് കൊണ്ടുപോകട്ടെ. ലെറ്റ് മീ ക്യാരി ഇറ്റ് ഫോർ യു. കൊണ്ടുപോകുക അല്ലെങ്കിൽ വഹിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്യാരി. ലെറ്റ് മീ ക്യാരി ഇറ്റ് ഫോർ യു. ഞാനത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകട്ടെ. ഇത് കേട്ടതിൽ ഖേദിക്കുന്നു. ഐ ആം സോറി ടു ഹിയർ ദിസ്. കേൾക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹിയർ. ഖേദിക്കുക, സോറി. ഐ ആം സോറി ടു ഹിയർ ദിസ്. ഇത് കേട്ടതിൽ ഖേദിക്കുന്നു. ഈ വസ്ത്രത്തിൽ നിങ്ങൾ വളരെ മനോഹരിയായി കാണപ്പെടുന്നു. നിങ്ങൾക്ക് മികച്ച ഫാഷൻ ബോധമുണ്ട്. യു ലുക്ക് ഗോർജിയസ് ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. യു ഹാവ് എ ഗ്രേറ്റ് ഫാഷൻ സെൻസ്. വളരെ മനോഹരം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോർജിയസ്. വസ്ത്രം, ഔട്ട്ഫിറ്റ്. ഏത് വസ്ത്രമാണ് കൂടുതൽ ചേരുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ഫാഷൻ സെൻസ് എന്ന് പറയുന്നത്. യു ലുക്ക് ഗോർജിയസ് ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. യു ഹാവ് എ ഗ്രേറ്റ് ഫാഷൻ സെൻസ്. ഈ വസ്ത്രത്തിൽ നിങ്ങൾ വളരെ മനോഹരിയായി കാണപ്പെടുന്നു. നിങ്ങൾക്ക് മികച്ച ഫാഷൻ ബോധമുണ്ട്. ഞാൻ നിങ്ങളെ വിമാനത്താവളത്തിൽ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വുഡ് യു ലൈക്ക് മീ ടു മീറ്റ് യു അറ്റ് ദ എയർപോർട്ട്? കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മീറ്റ്. വുഡ് യു ലൈക്ക് മീ ടു മീറ്റ് യു അറ്റ് ദ എയർപോർട്ട്? ഞാൻ നിങ്ങളെ വിമാനത്താവളത്തിൽ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അവതരണം മികച്ചതായിരുന്നു. യുവർ പ്രസൻറ്റേഷൻ വാസ് ഗ്രേറ്റ്. അവതരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രസൻറ്റേഷൻ. മികച്ചത്, ഗ്രേറ്റ്. യുവർ പ്രസൻറ്റേഷൻ വാസ് ഗ്രേറ്റ്. നിങ്ങളുടെ അവതരണം മികച്ചതായിരുന്നു. ഈ സ്ഥിതിവിവരക്കണക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഡു ദീസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ? സ്ഥിതിവിവരക്കണക്കുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അർത്ഥമാക്കുക, മീൻ. വാട്ട് ഡു ദീസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ? ഈ സ്ഥിതിവിവര കണക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ എൻ്റെ കാറിൻ്റെ കീ തിരയാൻ അരമണിക്കൂർ ചെലവഴിച്ചു. അത് വളരെ നിരാശാജനകമായിരുന്നു. ഐ സ്പെൻഡ് ഹാഫ് ആൻ അവർ ലുക്കിംഗ് ഫോർ മൈ കാർ കീ. ഇറ്റ് വാസ് സോ ഫ്രസ്ട്രേറ്റിംഗ്. ചെലവഴിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്പെൻഡ്. തിരയുക അല്ലെങ്കിൽ അന്വേഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലുക്ക് ഫോർ. നിരാശാജനകം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫ്രസ്ട്രേറ്റിംഗ്. ഐ സ്പെൻഡ് ഹാഫ് ആൻ അവർ ലുക്കിംഗ് ഫോർ മൈ കാർ കീ. ഇറ്റ് വാസ് സോ ഫ്രസ്ട്രേറ്റിംഗ്. ഞാൻ എൻ്റെ കാറിൻ്റെ കീ തിരയാൻ അരമണിക്കൂർ ചെലവഴിച്ചു. അത് വളരെ നിരാശാജനകമായിരുന്നു. നിങ്ങൾ അങ്ങനെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു സേ സോ. പറയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സേ. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു സേ സോ. നിങ്ങൾ അങ്ങനെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അവന് ഹൃദയാഘാതമുണ്ടായി. അവനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഹി ഹാസ് ഹാഡ് എ ഹാർട്ട് അറ്റാക്ക്. ഹി ഹാസ് ജസ്റ്റ് ബീൻ ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. ഹൃദയാഘാതം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹാർട്ട് അറ്റാക്ക്. കൊണ്ടുപോകുക, ടേക്ക്. ഹി ഹാസ് ഹാഡ് എ ഹാർട്ട് അറ്റാക്ക്. ഹി ഹാസ് ജസ്റ്റ് ബീൻ ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. അവന് ഹൃദയാഘാതമുണ്ടായി. അവനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ എൻ്റെ കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ ടയറിൽ കാറ്റില്ലെന്ന് ഞാൻ കണ്ടു. When I got to my car, I saw I had a flat tire. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സീ. കണ്ടു, സോ. ഒരു ടയറിൽ കുറച്ച് കാറ്റേ ഉള്ളെങ്കിൽ അതിനെ പറയുന്നത് എ ഫ്ലാറ്റ് ടയർ എന്നാണ്. ഫ്ലാറ്റ് ടയർ. When I got to my car, I saw I had a flat tire. ഞാൻ എൻ്റെ കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ ടയറിൽ കാറ്റില്ലെന്ന് ഞാൻ കണ്ടു. സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഐ ആം ഹാപ്പി ടു ഹെൽപ്പ്. സഹായിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹെൽപ്പ്. സന്തോഷം, ഹാപ്പി. ഐ ആം ഹാപ്പി ടു ഹെൽപ്പ്. സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദയവായി അത് ഒന്നുകൂടി വിശദീകരിക്കാമോ? കുഡ് യു എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ പ്ലീസ്?
വിശദീകരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എക്സ്പ്ലെയിൻ. വീണ്ടും അഗെയിൻ. കുഡ് യു എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ പ്ലീസ്? ദയവായി അതൊന്നുകൂടി വിശദീകരിക്കാമോ? എൻ്റെ കാറ് കേടായതിനാൽ ഞാൻ ഇന്ന് ട്രെയിനിലാണ് ജോലിക്ക് വന്നത്. മൈ കാർ ഈസ് ബ്രോക്കൺ സോ ഐ കെയിം ടു വർക്ക് ബൈ ട്രെയിൻ ടുഡേ. വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. വന്നു, കെയിം. മൈ കാർ ഈസ് ബ്രോക്കൺ സോ ഐ കെയിം ടു വർക്ക് ബൈ ട്രെയിൻ ടുഡേ. എൻ്റെ കാറ് കേടായതിനാൽ ഞാൻ ഇന്ന് ട്രെയിനിലാണ് ജോലിക്ക് വന്നത്. കാറ്റ് വീശുകയാണ്. ദ വിൻഡ് ഈസ് ബ്ലോയിങ്. കാറ്റ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വിൻഡ്. വീശുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബ്ലോ. ദ വിൻഡ് ഈസ് ബ്ലോയിങ്. കാറ്റ് വീശുകയാണ്. അവൻ എന്നെ തോൽപ്പിക്കാൻ ധൈര്യപ്പെടുകയില്ല. ഹി വിൽ നോട്ട് ഡെയർ ടു ഡിഫീറ്റ് മീ. ധൈര്യപ്പെടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡെയർ. തോൽപ്പിക്കുക, ഡിഫീറ്റ്. ഹി വിൽ നോട്ട് ഡെയർ ടു ഡിഫീറ്റ് മീ. അവൻ എന്നെ തോൽപ്പിക്കാൻ ധൈര്യപ്പെടുകയില്ല. കമ്പനി അതിൻ്റെ തുടക്കം മുതൽ വളർച്ചയ്ക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ കമ്പനി ഹാസ് ബീൻ സ്ട്രൈവിംഗ് ഫോർ ഗ്രോത്ത് സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. പരിശ്രമിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്ട്രൈവ്. വളർച്ച, ഗ്രോത്ത്. തുടക്കം, ഇൻസെപ്ഷൻ. ദ കമ്പനി ഹാസ് ബീൻ സ്ട്രൈവിംഗ് ഫോർ ഗ്രോത്ത് സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. കമ്പനി അതിൻ്റെ തുടക്കം മുതൽ വളർച്ചയ്ക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കാലമായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ യു ഫോർ എ ലോങ് ടൈം. അന്വേഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെർച്ച്. വളരെ കാലമായി, ഫോർ എ ലോങ് ടൈം. ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ യു ഫോർ എ ലോങ് ടൈം. വളരെ കാലമായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. എൻ്റെ ഇടത് കണ്ണ് വിറയ്ക്കുന്നു. മൈ ലെഫ്റ്റ് ഐ ഈസ് ട്വച്ചിങ്. കണ്ണ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഐ. വിറയ്ക്കുക അല്ലെങ്കിൽ സ്പന്ദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്വച്ചിങ്. മൈ ലെഫ്റ്റ് ഐ ഈസ് ട്വച്ചിങ്. എൻ്റെ ഇടത് കണ്ണ് വിറയ്ക്കുന്നു. പ്രധാന കവാടം തകർത്തതിന് ശേഷം സൈന്യം പട്ടണത്തിൽ പ്രവേശിച്ചു. ആഫ്റ്റർ ബ്രേക്കിംഗ് ദ മെയിൻ ഗേറ്റ് ദ ആർമി എൻറ്റേർഡ് ദ ടൗൺ. തകർക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബ്രേക്ക്. പ്രധാന കവാടം, മെയിൻ ഗേറ്റ്. പ്രവേശിക്കുക, എൻറ്റർ. പട്ടണം, ടൗൺ. ആഫ്റ്റർ ബ്രേക്കിംഗ് ദ മെയിൻ ഗേറ്റ് ദ ആർമി എൻറ്റേർഡ് ദ ടൗൺ. പ്രധാന കവാടം തകർത്തതിന് ശേഷം സൈന്യം പട്ടണത്തിൽ പ്രവേശിച്ചു. അവനെ വിളിക്കൂ. മേക്ക് എ കോൾ ടു ഹിം. വിളിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോൾ. മേക്ക് എ കോൾ ടു ഹിം. അവനെ വിളിക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര അടുത്തു വന്നത്? വൈ ഡിഡ് യു കം സോ ക്ലോസ്? വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. അടുത്ത്, ക്ലോസ്. വൈ ഡിഡ് യു കം സോ ക്ലോസ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര അടുത്തു വന്നത്? ഈ മോതിരം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദിസ് റിംഗ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. മോതിരം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിംഗ്. സ്വർണം, ഗോൾഡ്. ദിസ് റിംഗ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. ഈ മോതിരം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവൻ പുറത്തേക്ക് പോയി. ഹി വെൻറ്റ് ഔട്ട്. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. പോയി, വെൻറ്റ്. അവൻ പുറത്തേക്ക് പോയി. ഹി വെൻറ്റ് ഔട്ട്. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു? ഹൗ മച്ച് ഡു യു ഏൺ? സമ്പാദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഏൺ. എത്ര, ഹൗ മച്ച്. ഹൗ മച്ച് ഡു യു ഏൺ? നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു? 10ാം ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാമോ? ഡു യു നോ ദ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 10? അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. ഉത്തരം, ആൻസർ. ചോദ്യം, ക്വസ്റ്റ്യൻ. ഡു യു നോ ദ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 10? 10ാം ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. മൈ ഫോൺ ഈസ് റിങ്ങിങ്. ബെല്ലടിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിങ്. മൈ ഫോൺ ഈസ് റിങ്ങിങ്. എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. എന്നെ ശല്യപ്പെടുത്തരുത്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ശല്യപ്പെടുത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിസ്റ്റർബ്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്നെ ശല്യപ്പെടുത്തരുത്. പിരിച്ചുവിടുമെന്ന ആശങ്കയില്ലാതെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഒടുവിൽ നിങ്ങൾ വിജയിക്കും. വെൻ യു കീപ് വർക്കിംഗ് ഹാർഡ് വിതൗട്ട് വറിയിങ് അബൌട്ട് ബീയിങ് ടെർമിനേറ്റഡ് ഇവൻച്വലി യു സക്സീഡ്. പിരിച്ചുവിടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടെർമിനേറ്റ്. ആശങ്ക, വറി. കഠിനാധ്വാനം, ഹാർഡ് വർക്ക്. ഒടുവിൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇവൻച്വലി. വിജയിക്കുക, സക്സീഡ്. വെൻ യു കീപ് വർക്കിംഗ് ഹാർഡ്
വിതൗട്ട് വറിയിങ് അബൌട്ട് ബീങ് ടെർമിനേറ്റഡ് ഇവൻച്വലി യു സക്സീഡ്. പിരിച്ചുവിടുമെന്ന ആശങ്കയില്ലാതെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഒടുവിൽ നിങ്ങൾ വിജയിക്കും. ഈ വസ്തുവിൽ അവൻ അവകാശമില്ല. ഹി ഹാസ് നോ റൈറ്റ് ഓൺ ദിസ് പ്രോപ്പർട്ടി. വസ്തു എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രോപ്പർട്ടി. അവകാശം, റൈറ്റ്. ഹി ഹാസ് നോ റൈറ്റ് ഓൺ ദിസ് പ്രോപ്പർട്ടി. ഈ വസ്തുവിൽ അവന് അവകാശമില്ല. ഞാൻ സഹായിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? വാട്ട് ഇഫ് ഐ ഡോണ്ട് ഹെൽപ്പ്? സഹായിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹെൽപ്പ്. വാട്ട് ഇഫ് ഐ ഡോണ്ട് ഹെൽപ്പ്? ഞാൻ സഹായിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? അതവിടെ വയ്ക്കൂ. കീപ്പ് ഇറ്റ് ദെയർ. വയ്ക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കീപ്പ്. കീപ്പ് ഇറ്റ് ദെയർ. അതവിടെ വയ്ക്കൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നൗ ലിസൺ ടു മീ വെരി കെയർഫുള്ളി. കേൾക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലിസൺ. ശ്രദ്ധയോടെ, കെയർഫുള്ളി. നൗ ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഇപ്പോൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഉറങ്ങാൻ പോകുന്നു. വേർ വർ യു? ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഉറങ്ങുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്ലീപ്പ്. വേർ വർ യു? നിങ്ങൾ എവിടെയായിരുന്നു? ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഞാൻ വിസമ്മതിച്ചിട്ടും നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഡെസ്പൈറ്റ് മൈ റിഫ്യൂസൽ വൈ ആർ യു ഗോയിങ് ദെയർ? വിസമ്മതിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിഫ്യൂസ്. പോകുക, ഗോ. ഡെസ്പൈറ്റ് മൈ റിഫ്യൂസൽ വൈ ആർ യു ഗോയിങ് ദെയർ? ഞാൻ വിസമ്മതിച്ചിട്ടും നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? നിങ്ങളുടെ ജന്മദിന പാർട്ടിക്ക് ഞങ്ങൾ വരും. വി വിൽ കം ടു യുവർ ബർത്ത്ഡേ പാർട്ടി. വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. ജന്മദിന പാർട്ടി, ബർത്ത്ഡേ പാർട്ടി. വി വിൽ കം ടു യുവർ ബർത്ത്ഡേ പാർട്ടി. നിങ്ങളുടെ ജന്മദിന പാർട്ടിക്ക് ഞങ്ങൾ വരും. നീ എന്തിനാണ് വെയിലത്ത് നിൽക്കുന്നത്? വൈ ആർ യു സ്റ്റാൻഡിങ് ഇൻ ദ സൺഷൈൻ? നിൽക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റാൻഡ്. വൈ ആർ യു സ്റ്റാൻഡിങ് ഇൻ ദ സൺഷൈൻ? നീ എന്തിനാണ് വെയിലത്ത് നിൽക്കുന്നത്? ടി വി എങ്കിലും ഓഫ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ടേൺ ഓഫ് ദ ടി വി. ഓഫ് ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടേൺ ഓഫ്. അറ്റ്ലീസ്റ്റ് ടേൺ ഓഫ് ദ ടി വി. ടി വി എങ്കിലും ഓഫ് ചെയ്യുക. അവനെ വിളിക്കാൻ ശ്രമിച്ചോ? ഡിഡ് യു ട്രൈ കോളിംഗ് ഹിം? വിളിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോൾ. ഡിഡ് യു ട്രൈ കോളിംഗ് ഹിം? നീ അവനെ വിളിക്കാൻ ശ്രമിച്ചോ? നീ എവിടെയാണ്? വേർ ആർ യു? എവിടെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വേർ. വേർ ആർ യു? നീ എവിടെയാണ്? ഒട്ടും വിഷമിക്കേണ്ട, ആരും അതിനെക്കുറിച്ച് അറിയില്ല. ഡോണ്ട് വറി അറ്റ് ഓൾ, നോ വൺ വിൽ ലേൺ അബൌട്ട് ഇറ്റ്. വിഷമിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വറി. ഡോണ്ട് വറി അറ്റ് ഓൾ, ഒട്ടും വിഷമിക്കേണ്ട. നോ വൺ വിൽ ലേൺ അബൌട്ട് ഇറ്റ്, ആരും അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത്. ദാറ്റ്സ് വൈ ഐ ബീറ്റ് ഹിം. അടിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബീറ്റ്. ദാറ്റ്സ് വൈ ഐ ബീറ്റ് ഹിം, അതുകൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത്. എന്ത് ചെയ്യണമെന്ന് അവനറിയാം. ഹീ നോസ് വാട്ട് ടു ഡു. അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. ഹീ നോസ് വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന് അവനറിയാം. അവൻ്റെ പെരുമാറ്റം എനിക്ക് വിചിത്രമായി തോന്നുന്നു. ഐ ഫൈൻഡ് ഹിസ് ബിഹേവിയർ സ്ട്രേഞ്ച്. പെരുമാറ്റം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബിഹേവിയർ. വിചിത്രമായി അല്ലെങ്കിൽ അസാധാരണമായി, സ്ട്രേഞ്ച്. ഐ ഫൈൻഡ് ഹിസ് ബിഹേവിയർ സ്ട്രേഞ്ച്. അവൻ്റെ പെരുമാറ്റം എനിക്ക് വിചിത്രമായി തോന്നുന്നു. എനിക്ക് ദാഹം തോന്നുന്നു. ഐ ആം ഫീലിംഗ് തേഴ്സ്റ്റി. ദാഹം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് തേഴ്സ്റ്റി. ഐ ആം ഫീലിംഗ് തേഴ്സ്റ്റി. എനിക്ക് ദാഹം തോന്നുന്നു. ഒരു പുതിയ ടി വിയുടെ വില എത്രയാണ്? ഹൗ മച്ച് ഡസ് എ ന്യൂ ടി വി കോസ്റ്റ്? എത്രയാണ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹൗ മച്ച്. വില, കോസ്റ്റ്. ഹൗ മച്ച് ഡസ് എ ന്യൂ ടി വി കോസ്റ്റ്? ഒരു പുതിയ ടി വിയുടെ വില എത്രയാണ്? കഴിഞ്ഞ മാസം ഞാനൊരു സെമിനാറിൽ പങ്കെടുത്തു. ഐ അറ്റൻഡഡ് എ സെമിനാർ ലാസ്റ്റ് മന്ത്. പങ്കെടുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അറ്റൻഡ്. കഴിഞ്ഞ മാസം, ലാസ്റ്റ് മന്ത്. ഐ അറ്റൻഡഡ് എ സെമിനാർ ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം ഞാൻ ഒരു സെമിനാറിൽ പങ്കെടുത്തു. അവൻ ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്. ഹീസ് ആൻ അൺഇൻവൈറ്റഡ് ഗസ്റ്റ്. ക്ഷണിക്കപ്പെടാത്ത എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അൺഇൻവൈറ്റഡ്. അതിഥി, ഗസ്റ്റ്. ഹീസ് ആൻ അൺഇൻവൈറ്റഡ് ഗസ്റ്റ്. അവൻ ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്. അദ്ദേഹത്തെ വിമർശിക്കുന്നത് നല്ലതല്ല. ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ക്രിറ്റിസൈസ് ഹിം. വിമർശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്രിറ്റിസൈസ്. ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ക്രിറ്റിസൈസ് ഹിം.
അദ്ദേഹത്തെ വിമർശിക്കുന്നത് നല്ലതല്ല. എന്താണ് ശരി? വാട്ട്സ് റൈറ്റ്. ശരി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റൈറ്റ്. വാട്ട്സ് റൈറ്റ്? എന്താണ് ശരി? വെള്ളം ഇപ്പോൾ ചൂടാണ്, നീ പോയി കുളിക്ക്. ദ വാട്ടർ ഈസ് വാം നൗ, യു ഗോ ആൻഡ് ടേക്ക് ബാത്ത്. ചൂട് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വാം. പോകുക, ഗോ. കുളിക്കുക, ടേക്ക് ബാത്ത്. ദ വാട്ടർ ഈസ് വാം നൗ, യു ഗോ ആൻഡ് ടേക്ക് ബാത്ത്. വെള്ളം ഇപ്പോൾ ചൂടാണ്, നീ പോയി കുളിക്ക്. തീർച്ചയായും ഇതൊരു നല്ല വാർത്തയാണ്. ദിസ് ഈസ് ഇൻഡീഡ് ഗുഡ് ന്യൂസ്. തീർച്ചയായും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻഡീഡ്. നല്ല വാർത്ത, ഗുഡ് ന്യൂസ്. ദിസ് ഈസ് ഇൻഡീഡ് ഗുഡ് ന്യൂസ്. തീർച്ചയായും ഇതൊരു നല്ല വാർത്തയാണ്. ഇത് വിധിയുടെ ഒരു ട്വിസ്റ്റാണ്. ഇറ്റ്സ് എ ട്വിസ്റ്റ് ഓഫ് ഫേറ്റ്. തിരിയുക അല്ലെങ്കിൽ വളച്ചു തിരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്വിസ്റ്റ്. വിധി, ഫേറ്റ്. ഇറ്റ്സ് എ ട്വിസ്റ്റ് ഓഫ് ഫേറ്റ്. ഇത് വിധിയുടെ ഒരു ട്വിസ്റ്റാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് നൗ ഡേയ്സ്? ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. ഈ ദിവസങ്ങളിൽ, നൗ ഡേയ്സ്. വാട്ട് ആർ യു ഡൂയിങ് നൗ ഡേയ്സ്? ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കഠിനാധ്വാനം തുടരുക, ഒരു ദിവസം നിങ്ങൾ വിജയിക്കും. കീപ് വർക്കിംഗ് ഹാർഡ്, വൺ ഡേ യു വിൽ സക്സീഡ്. കഠിനാധ്വാനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വർക്കിംഗ് ഹാർഡ്. വിജയിക്കുക, സക്സീഡ്. കീപ് വർക്കിംഗ് ഹാർഡ്, വൺ ഡേ യു വിൽ സക്സീഡ്. കഠിനാധ്വാനം തുടരുക, ഒരു ദിവസം നിങ്ങൾ വിജയിക്കും. അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ടു നോ നത്തിങ് അബൌട്ട് ഇറ്റ്. തോന്നുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സീം. അറിയുക, നോ. ഒന്നും, നത്തിങ്. ഇറ്റ് സീംസ് ടു നോ നത്തിങ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല. ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ്. ഉദ്ദേശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മീൻ. ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ്. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല. കാത്തിരുന്ന ആ നിമിഷം ഇതാ വരുന്നു. ഹിയർ കംസ് ദി അവൈറ്റഡ് മൊമെൻറ്റ്. കാത്തിരുന്ന ആ നിമിഷം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അവൈറ്റഡ് മൊമെൻറ്റ്. വരിക, കം. ഹിയർ കംസ് ദി അവൈറ്റഡ് മൊമെൻറ്റ്. കാത്തിരുന്ന ആ നിമിഷം ഇതാ വരുന്നു. അവൻ പലപ്പോഴും എന്നെ ചിരിപ്പിക്കുന്നു. ഹി ഓഫൺ മേക്സ് മീ ലാഫ്. പലപ്പോഴും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഓഫൺ. ചിരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലാഫ്. ഹി ഓഫൺ മേക്സ് മീ ലാഫ്. അവൻ പലപ്പോഴും എന്നെ ചിരിപ്പിക്കുന്നു. വൈകുന്നേരം 7 മണി വരെ ഓഫീസിൽ തങ്ങാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ടു സ്റ്റേ ഇൻ ദ ഓഫീസ് അണ്ടിൽ 7 PM. നിർദ്ദേശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻസ്ട്രക്റ്റ്. തങ്ങുക അല്ലെങ്കിൽ നിൽക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേ. ഐ ഹാഡ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ടു സ്റ്റേ ഇൻ ദ ഓഫീസ് അണ്ടിൽ 7 PM. വൈകുന്നേരം 7 മണി വരെ ഓഫീസിൽ തങ്ങാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടക്ടർ തസ്തികയിലേക്ക് ആരും അപേക്ഷിച്ചില്ല. നോ വൺ അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് കണ്ടക്ടർ. അപേക്ഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അപ്ലൈ. നോ വൺ അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് കണ്ടക്ടർ. കണ്ടക്ടർ തസ്തികയിലേക്ക് ആരും അപേക്ഷിച്ചില്ല. അവൻ തൻ്റെ ബിസിനസ്സിൽ നിന്ന് ധാരാളം പണം സമ്പാദിക്കുന്നു. ഹി ഏൺസ് ലോട്ട്സ് ഓഫ് മണി ഫ്രം ഹിസ് ബിസിനസ്. സമ്പാദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഏൺ. ധാരാളം പണം, ലോട്ട്സ് ഓഫ് മണി. ഹി ഏൺസ് ലോട്ട്സ് ഓഫ് മണി ഫ്രം ഹിസ് ബിസിനസ്. അവൻ തൻ്റെ ബിസിനസ്സിൽ നിന്ന് ധാരാളം പണം സമ്പാദിക്കുന്നു. എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ഹൗ മെനി പീപ്പിൾ വെർ ദെയർ. ആളുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പീപ്പിൾ. എത്ര, ഹൗ മെനി. ഹൗ മെനി പീപ്പിൾ വെർ ദെയർ. എത്ര ആളുകൾ ഉണ്ടായിരുന്നു. കസേര ഒടിഞ്ഞിരിക്കുന്നു. ദ ചെയർ ഈസ് ബ്രോക്കൺ. ഒടിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബ്രേക്ക്. ഒടിഞ്ഞു, ബ്രോക്ക്. ദ ചെയർ ഈസ് ബ്രോക്കൺ. കസേര ഒടിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തളർന്നിരിക്കുന്നതായി തോന്നുന്നു. യു സീം ടു ബി ടയേർഡ്. തോന്നുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സീം. തളർന്നിരിക്കുക, ടയേർഡ്. യു സീം ടു ബി ടയേർഡ്. നിങ്ങൾ തളർന്നിരിക്കുന്നതായി തോന്നുന്നു. ഞാൻ എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അഭിമാനിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രൗഡ്. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാൻ എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. അത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ അവനോട് പറഞ്ഞോ? ഡിഡ് യു ടെൽ ഹിം ഹൗ ടു ഡു ഇറ്റ്? പറയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടെൽ. ചെയ്യുക, ഡു. ഡിഡ് യു ടെൽ ഹിം ഹൗ ടു ഡു ഇറ്റ്? അത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ അവനോട് പറഞ്ഞോ? എനിക്ക് പോകേണ്ടി വന്നു. ഐ ഹാഡ് ടു ഗോ. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഐ ഹാഡ് ടു ഗോ. എനിക്ക് പോകേണ്ടി വന്നു.
ഫർണിച്ചറുകൾ അവരുടേതാണ്. ദ ഫർണിച്ചർ ബിലോങ്സ് ടു ദം. ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ ഫർണിച്ചറുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫർണിച്ചർ. ബിലോങ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് സ്വന്തമായിരിക്കുക. ദ ഫർണിച്ചർ ബിലോങ്സ് ടു ദം. ഫർണിച്ചറുകൾ അവരുടേതാണ്. എൻ്റെ ബോസ് ഇന്ന് അവധിയെടുക്കാൻ എന്നെ അനുവദിക്കുമോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് മൈ ബോസ് വിൽ ലെറ്റ് മീ ടേക്ക് ദ ഡേ ഓഫ് ടുഡേ. അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. അനുവദിക്കുക ലെറ്റ്. എടുക്കുക ടേക്ക്. അവധി ഡേ ഓഫ്. ഐ ഡോണ്ട് നോ ഇഫ് മൈ ബോസ് വിൽ ലെറ്റ് മീ ടേക്ക് ദ ഡേ ഓഫ് ടുഡേ. എൻ്റെ ബോസ് ഇന്ന് അവധിയെടുക്കാൻ എന്നെ അനുവദിക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.